നിങ്ങളൊരു മൈക്കിൾ ജാക്സൺ ഫാൻ ആണെങ്കിൽ നല്ലോണം ഇഷ്ടപ്പെടും. നല്ല തിയേറ്ററിലേക്ക് എക്സ്പീരിയൻസ് ആണ്. ഇഫ് യു ആർ എ മൈക്കിൾ ജാക്സൺ ഫാൻ യു ഗോൺ ബ്ലാസ്റ്റ്. എന്നാൽ നമ്മൾ എക്സ്പെക്ടേഷൻ വെച്ച് ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് തരണം, എന്നാൽ നമുക്ക് സാറ്റിസ്ഫൈ ആവും. ഞാൻ അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല, പക്ഷെ നല്ല മൂവി ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് പാർട്ട് അറിയില്ല, സെക്കൻഡ് പാർട്ടിൻ്റെ ആരും അറിഞ്ഞില്ല. ഈ മൂവി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളൊക്കെ കൊച്ചിലെ കണ്ടു വളർന്നതല്ലേ. എക്സ്ട്രോണറി മൂവിയാണ് ബ്രോ. കാരണം ഒരു മൈക്കിൾ ജാക്സൺ ആരാധന എന്നുള്ള രീതിയിൽ ഇതിനപ്പുറം ഒരു മൂവിയില്ല. എക്സ്പെക്ടേഷന് വളരെ മുകളിലാണ് ഈ മൂവി എന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് ജാഫർ ജാക്സൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത്, നമ്മൾ ജാഫറാണ് ഇത് ചെയ്തത് നമുക്ക് അറിയത്തില്ല, തോന്നത്തില്ല. പക്ഷേ കറക്റ്റ് ജാക്സൺ തന്നെയാണ് ചെയ്തതായിട്ടേ തോന്നത്തുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് എന്നെപ്പോലൊരാളെ സംബന്ധിച്ച് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി ഫോർ എ ലോങ് ടൈം. So a gem of a movie. Watched Michael and Michael was a good movie actually. So there's going to be a sequel and I'm really excited for that one. And there are many songs and you're going to enjoy it. Just go and watch Michael. I'll say, give it a watch. മൈക്കിൾ കൊള്ളാം. ജാഫർ ജാക്സൺ നല്ലോണം മൈക്കിൾ ജാക്സൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശാലം സമയത്ത് ശാലം ലാഗ് തോന്നി, അല്ലാതെ പിന്നെ പൊളിയായിരുന്നു. സെറ്റാണ്, പൊളിയാണ്. മസ്റ്റ് വെച്ചോ. നല്ല സിനിമയാണ്, സൂപ്പർ സിനിമയാണ്. എക്സ്പെക്ട് ചെയ്ത് അത്രയൊന്നും കിട്ടിയില്ല. കൊള്ളാം, കാണാൻ കൊള്ളാം. മേക്കിംഗ് ഉള്ള പെർഫോമൻസ് നല്ല രസമായിട്ടുണ്ട്. പിന്നെ കൊള്ളാം, നല്ല പടം. മസ്റ്റ് വാച്ച്. അതെ, അങ്ങനത്തെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ പടം. മൈക്കിളായിട്ട് അഭിനയിച്ച ജാഫർ ജാക്സൺ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടൊക്കെ തോന്നും, പക്ഷേ കറക്റ്റ് എല്ലാം ഉണ്ട്. ഡാൻസ് ആയാലും പാട്ടായാലും എല്ലാം കറക്റ്റ് അതേപോലെ ഉണ്ടായിരുന്നു. പെർഫോമൻസ് വൈസ് എല്ലാം സൂപ്പറായിരുന്നു. പടം ഓവറോൾ നല്ലൊരു എൻഗേജിങ് പടമാണ്. ഇനിയും ബാക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മൈക്കിളിൻ്റെ സ്റ്റാർഡം വരണം മാത്രമേ ഉള്ളൂ, ഫുൾ പേഴ്സണൽ ലൈഫ് ഒന്നും കാണിക്കില്ല. മസ്റ്റ് വാച്ചാണോ ഒന്നിരുന്ന് കാണാൻ പറ്റുന്നത്? മസ്റ്റ് വാച്ച് കിട്ടുന്നത്. പീക്ക് പടം, അടിപൊളി. പുള്ളിയുടെ ആ സ്റ്റോറി മൊത്തം കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. ഗംഭീര പടം, അത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് വാച്ചാണ്. ഈ എൻ്റെ ഒരു പാട്ടും കൂടെ ഉണ്ട്, അത് മേ ബി ഈ ഇയർ അടുത്ത വർഷമായിരിക്കും ഇറങ്ങുന്നത്. കാണേണ്ട പടം തന്നെയാണത്, രോമാഞ്ചമാണ് ഫുള്ള്. സിനിമ നന്നായിട്ടുണ്ട്. മൈക്കിളിൻ്റെ ഇത് എന്താ നെപ്റ്റ്യൂൺ അല്ലേ, അത് കിടിലോടെ അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം, എല്ലാം കൊണ്ട് കൊള്ളാം. ഉണ്ട്. നല്ല ഇത് പകുതി വരെ ഉണ്ട്, എല്ലാ ജീവിതം മൊത്തം ഉണ്ട്. പക്ഷേ ഇത് മൈക്കിളിൻ്റെ അത് കൊള്ളാം, അടിപൊളിയാണ്. കിടിക്കായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര തന്നെ ഉണ്ടായിരുന്നു. സോങ്സ് എല്ലാം കൊള്ളായിരുന്നു. ബ്രോ കിടില ഉണ്ട്, പ്രതീക്ഷ ഉണ്ട്. അടിപൊളി സിനിമ. ഓക്കെ, സെറ്റ്. മൈക്കിൾ ജാക്സൻ്റെ അതേ ഒരു ഇത് നൈസായിട്ട് ഉണ്ടാക്കിയവർ. ആൾമോസ്റ്റ് അതുപോലെ അടിപൊളി സിനിമ. എക്സ്പെക്ട് ചെയ്ത അത്ര തന്നെ ഉണ്ടായിരുന്നു. നല്ല ആക്ടിങ് ആയിരുന്നു. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പാർട്ടിന് മ്യൂസിക്കൽ കാണുന്ന പോലെ ഫിലിം, മ്യൂസിക്കൽ പടം അത്ര തന്നെ. പിന്നെ 2 പാർട്ടായിട്ടാണ് ഇറക്കണേ. രണ്ടാമത്തെ പാർട്ട് ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം. ഫസ്റ്റ് പാർട്ട് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, 1 ടൈമിന് കൊള്ളാം. പിന്നെ ഭയങ്കര ഫുള്ള് മ്യൂസിക്കാണ്, കുറേ മ്യൂസിക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു കോൺസേർട്ടിൽ പോകണ ഒരു ഫീലിംഗ് ഒക്കെ വരും. എന്നാൽ നമ്മൾ എക്സ്പെക്ടേഷൻ വെച്ച് ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് തരണം, എന്നാൽ നമുക്ക് സാറ്റിസ്ഫൈ ആവും. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ ഫസ്റ്റ് ഹാഫ് ചെറുതായ ലാഗുണ്ട്. പിന്നീട് ഓവറോൾ ഇപ്പം നിങ്ങളൊരു മൈക്കിൾ ജാക്സൺ ഫാൻ ആണെങ്കിൽ നല്ലോണം ഇഷ്ടപ്പെടും. ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ആസ് എ ഫാൻ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് ആക്ച്വലി പേഴ്സണലി ഇഷ്ടപ്പെട്ട് എൻഡിങ് ഒക്കെ പെർഫെക്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ള. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്, എന്താണെന്ന് അറിയത്തില്ല, എന്നാലും കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അത്ര ഉണ്ടായിരുന്നു, ഹൈപ്പ് ഉണ്ടായിരുന്നു. കൊള്ളാം. എടുത്തു പറയാൻ ജാഫർ ജാക്സൺ എല്ലാം ഉണ്ട്, ആ പാട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. നൈസായിട്ടുണ്ട്, കൊള്ളാം. നല്ല സിനിമ, കൊള്ളാം. ഹിറ്റാവുമായിരിക്കും, അറിഞ്ഞൂടാ.